നമ്മളെയും നമ്മുടെ പ്രാർത്ഥനകളെയും ഒക്കെ വിലയിരുത്തുന്ന ഒരു രീതി ഓരോ നൽകപ്പെട്ട ഓരോ കാലഘട്ടത്തിലൂടെ നമ്മൾ ഒരു വർഷത്തിൽ നിന്ന് പുതിയ വർഷത്തിലേക്കും പിന്നീട് ഭാവിയിലേക്കുമൊക്കെ നമ്മൾ സഞ്ചരിച്ച് പോകുമ്പോൾ അതിന് ആനുപാതികമായ രീതിയിൽ വിശ്വാസ വളർച്ച അല്ലെങ്കിൽ ദൈവാനുഭവത്തിൽ ഉയർച്ച നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മളെപ്പോഴും ഒരു ആത്മപരിശോധന നടത്തണം. കാരണം ദൈവം ഈ ആത്മപരിശോധന നമ്മൾ നടത്തിയില്ലെങ്കിലും നടത്തണുണ്ട്. അതാണ് ഒരു പ്രശ്നം. നമ്മൾ നമ്മുടെ ആധ്യാത്മിക വളർച്ചയെക്കുറിച്ച് അവലോകനമൊന്നും ഇല്ലെങ്കിലും ദൈവം നമ്മുടെ ആധ്യാത്മിക വളർച്ചയെക്കുറിച്ച് കൃത്യമായ അവലോകനം നടത്തുകയും നമ്മുടെ സിലബസിന് പുറത്ത് കളയുകയും ചെയ്യുന്നുണ്ട്. വളരെ വ്യക്തമാണത്. പല ആൾക്കാരുടെ ജീവിതത്തിൽ നിന്ന് പരിശോധിക്കുമ്പോൾ ദേ ആർ ഔട്ട് ഓഫ് സിലബസ്, ദൈവത്തിൻ്റെ സിലബസിൽ നിന്ന് പുറത്താണ്. ഇത് ആധ്യാത്മിക മേഖലയിൽ വലിയ ഒരു ട്രാജഡിയാണ്, ഒരു കലാമിറ്റി. നമ്മുടെ വെള്ളപ്പൊക്കം പോലെയൊക്കെ സംഭവിക്കത്തില്ലേ, കോവിഡ്, വെള്ളപ്പൊക്കം, അതുപോലെയൊക്കെയുള്ള ഒരു ആധ്യാത്മിക കലാമിറ്റി ദുരന്തമാണ് ദൈവത്തിൻ്റെ സിലബസിൽ നിന്ന് പുറത്തു പോകുക എന്നുള്ളതാണ്. ദൈവമായിട്ടുള്ള എല്ലാ വിഷയവും വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ്. നമ്മുടെ ശ്രമങ്ങൾ പിടിച്ചു നിൽക്കാനുള്ള, ദൈവത്തിലും വിശ്വാസത്തിലും പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങൾ സത്യസന്ധമാണെങ്കിൽ ദൈവം നമ്മളെ സഹായിക്കും. നമ്മുടെ വിശ്വാസ ശ്രമങ്ങൾ അത് പലപ്പോഴും വ്യാജമാകാനുള്ള കുറേ സാഹചര്യങ്ങളുണ്ട്. വിശ്വാസ ശ്രമങ്ങൾ ചില സമയത്ത് ചിലർക്ക് വ്യാജമായ ശ്രമങ്ങൾ നടത്തും. അത് ഫുള്ളായിട്ട് വിഷയം ഓറിയൻറ്റഡായിട്ട് ജീവിക്കുമ്പോഴാണ് വിശ്വാസം വ്യാജനാകുന്നത്. നമ്മളെപ്പോഴും ദൈവത്തുമായിട്ട് ബന്ധപ്പെടുന്ന ഓരോ കാര്യങ്ങൾക്കും, ദൈവവുമായിട്ട് ഇടപെടുന്ന ഓരോ കാര്യങ്ങൾക്കും നമുക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടാകും. ഒന്നെങ്കിൽ പരീക്ഷ, അല്ലെങ്കിൽ കല്യാണം, അല്ലെങ്കിൽ വസ്തു വിൽപ്പന, ഇങ്ങനെ എന്തെങ്കിലും വിഷയം വെച്ചാണ് നീ എപ്പോഴും ദൈവവുമായിട്ട് ഇടപെടുന്നുണ്ടെങ്കിൽ നീ ബ്രാൻഡഡ് വേജനാണ് ശരിക്കും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ. കാര്യം ദൈവമല്ല നിൻ്റെ വിഷയം, ദൈവത്തെ വെച്ചുള്ള കഴിഞ്ഞുകൂടലാണ് വിഷയം. ഇത് ഭയങ്കര ദുരന്തമാണ്, ഇത് വല്ലാത്ത ദുരന്തമാണ്. ഒന്നാമതൊരു ഇതിൻ്റെ വിഷയം വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ദുരന്തം എന്ന് പറയുമ്പോൾ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം കമ്മ്യൂണിക്കബിൾ അല്ലാതെ വരും. കുറേ നാൾ കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇപ്പോൾ ഈ ഉടമ്പടിയൊക്കെ വന്നപ്പോൾ ഉടമ്പടിയൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് പ്രയോഗിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരിപ്പോൾ ഉണ്ട്. ഉടമ്പടി പെർഫെക്റ്റായിട്ട് ആ ഉടമ്പടി പ്രകാരം ജീവിച്ച് ദൈവത്തിൽ വളരുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. ഇവരോടൊക്കെ ദൈവം സംവേദിക്കുന്നുണ്ട്. അതാണ് വിഷയം. ഇപ്പം ഇന്നൊരു സാക്ഷ്യമുണ്ടായി. മഞ്ജു മാട്ടർ എന്ന് പറഞ്ഞ അങ്കമാലിക്കാരത്തിയാണ്. അവർ പറയണത് അവരുടെ വീടിങ്ങനെ ജപ്തിയായി കിടക്കുന്നു എങ്കിലും കർത്താവ് അവരോട് പറയും, നീ കൊലുസൊക്കെ വിറ്റ്, നിൻ്റെ പാദസരമൊക്കെ വിറ്റ്. അപ്പോൾ അവൾ കർത്താവിനോട് ചോദിക്കും, അവൾക്ക് ചിരി വരും, കർത്താവ് ഇങ്ങനെ പാദസരത്തിലൊക്കെ ഇടപെടുക എന്ന് പറയും. അതായത് ദൈവം വളരെ സിമ്പിളാണ്. നമ്മളുടെ ജീവിത സാഹചര്യം സിമ്പിളാണെങ്കിൽ ആ സിമ്പിളായ ജീവിത സാഹചര്യവുമായിട്ട് ദൈവം നമുക്കൊരു മെസ്സേജ് തരും. ഇപ്പം യെരമ്യായ്ക്കും പ്രവാചകന്മാർക്കൊക്കെ മെസ്സേജ് കൊടുത്തില്ലേ? അപ്പോൾ അവരുടെ ലൈഫ് സിറ്റുവേഷൻ വെച്ചാണ് മെസ്സേജ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാകണം. അല്ലാതെ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യത്തിനിങ്ങനെ ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും കരയുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിട്ട് തന്നെ അങ്ങനെ മരിക്കരുത് ഒരിക്കലും. അങ്ങനെ മരിച്ചാൽ അത് ഒരു ഗതികെട്ട മരണമായിരിക്കും. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് പാമ്പ് കടിച്ച് മരിച്ചെന്നൊക്കെ പറയത്തില്ലേ? അപ്പോൾ ചിലർ പറയും, അയ്യോ അത് ദുർമരണമായിപ്പോയില്ലാന്ന്. അതൊക്കെ ആൾക്കാരുടെ അന്ധവിശ്വാസമാണ്. എന്നാലും ഒരു സമാധാനപൂർണ്ണമായ മരണമല്ലല്ലോ അത്. ഇതുപോലെ തന്നെയാണ് എപ്പോഴും നീ അളിഞ്ഞ മോന്തിയമായിട്ട് ദൈവത്തിനടുത്ത് ഓരോ കാര്യങ്ങൾ മാത്രം ചോദിച്ചും പ്രാർത്ഥിച്ച് നേടിയൊക്കെ അവസാനം മരിക്കുകയാണെങ്കിൽ പാമ്പ് കടിച്ച് മരിച്ച പോലെ ഇരിക്കും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ സംഭവം? കാര്യം മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചു പോകും.
ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഉടമ്പടി എത്രയോ വർഷങ്ങൾ എടുത്ത് ദൈവം ഇന്നത്തെ രീതിയിൽ, ഇപ്പം ഞാൻ ചില സമയത്തൊക്കെ ഇരുന്ന് 500 കൊല്ലം ആധ്യാത്മിക ചരിത്രം, ലോക ചരിത്രം പരിശോധിക്കും. 500 കൊല്ലത്തെ ആധ്യാത്മിക ചരിത്രം, 500 കൊല്ലം മുമ്പ് നമ്മൾ എവിടെയായിരുന്നു, എന്താണ് ഇന്നത്തെ കത്തോലിക്കരും ക്രിസ്ത്യാനികളും പ്രാർത്ഥിച്ചത്, ഇന്നത്തെ പ്രാർത്ഥന എന്താണ്, അന്നത്തെ പ്രാർത്ഥന ഇന്നത്തെ പ്രാർത്ഥന തമ്മിൽ വ്യത്യാസം എന്താണ്, എന്തെങ്കിലും കാതലായ വ്യത്യാസം പ്രാർത്ഥന രൂപത്തിൽ വന്നിട്ടുണ്ടോ, അങ്ങനെ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കുന്ന ആളാണ്. അപ്പം എനിക്ക് മനസ്സിലായ സംഭവം, ഇപ്പോൾ പണ്ട് എപ്പോഴും ഈ ഓരോരോ കാലഘട്ടങ്ങളിൽ ദൈവ മനുഷ്യ ബന്ധത്തിന് പുതിയ സോഫ്റ്റ്വെയർ വരണ പോലെ പുതിയ ഫോർമുലകൾ, സൂത്രവാക്യങ്ങൾ വരും. പക്ഷേ ഈ 500 കൊല്ലമായിട്ട് വന്നിട്ടുള്ള എല്ലാ പ്രാർത്ഥന അപ്ഡേഷൻസ് എല്ലാം മുമ്പ് ചെറിയ സ്ലൈറ്റ് ചേഞ്ചേ വന്നിട്ടുള്ളൂ. ഉടമ്പടി ഒരു ലീപ്പാണ് വന്നിരിക്കുന്നത്. ഉടമ്പടി ഒരു നടന്ന് വന്ന ആൾ പറന്ന് പോയ പോലെ ഇരിക്കുന്ന ഒരു വിസ്മയമാണ് ഉടമ്പടി സംഭവിച്ചത്. ആധ്യാത്മികതയിൽ നടന്ന് വന്ന ആൾ പെട്ടെന്ന് പറന്ന് പോകുന്ന ഒരു വ്യത്യാസമാണ് പഴയകാല പ്രാർത്ഥനാ രൂപങ്ങളും ഉടമ്പടിയും തമ്മിലുള്ളത്. അതിൻ്റെ പ്രകടരൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര പെട്ടെന്നാണ് ആൾക്കാരിലേക്ക് ഒരു വിശ്വാസം ഇല്ലായിരുന്ന ആൾക്കാർ പെട്ടെന്ന് വിശ്വാസം കത്തിക്കയറുകയും വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നതും ഒക്കെ നമ്മൾ സാക്ഷ്യങ്ങളിൽ കാണുന്നുണ്ട്. പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുവിശേഷം ജീവിക്കുന്നുണ്ട് ആൾക്കാർ. സുവിശേഷം, ഞാൻ അറിഞ്ഞ വിശ്വാസം. ഇപ്പം കരിസ്മാറ്റിക് കാലം നമുക്ക് തുടങ്ങിയത് 75 തുടങ്ങിയത്. 1975 2015 അതിൻ്റെ പീക്ക് പോയിൻ്റ് കഴിഞ്ഞു. 109 ധ്യാനകേന്ദ്രങ്ങളിലൂടെ ലോകവ്യാപകമായ രീതിയിൽ സുവിശേഷ മുന്നേറ്റക്കാലം ഉണ്ടായി. ആ ഒരു കാലത്തിൻ്റെത് വരുന്ന ഒരു വിഷയം ഒന്ന്, അവിടെയും വിശ്വാസ കൈമാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് ഒരു 50 പേര് ധ്യാനം കൂടിയാൽ 5 പേരായിരിക്കും ചിലപ്പോൾ ആ വളർച്ച ധ്യാനം, പ്രാരംഭ ധ്യാനം കൂടും 50 പേര്. അതിൽ നിന്ന് 5 പേരായിരിക്കും ചിലപ്പോൾ വളർച്ചാ ധ്യാനം കൂടുന്നത്. അതിൽ നിന്ന് 3 പേരായിരിക്കും ചിലപ്പോൾ ആന്തരിക സൗഖ്യ ധ്യാനം കൂടുന്നത്. അതിൽ നിന്ന് 2 പേര് പ്രാർത്ഥനാനുഭവ ധ്യാനം കൂടും. അതിൽ നിന്ന് ഒരാൾ വരദാനങ്ങളുടെ ധ്യാനം കൂടും. അയാളാണ് വിശ്വാസ കൈമാറ്റം ചെയ്യണത്. അപ്പം 50-ൽ 1 ഉള്ളവിടെ. ഉടമ്പടിക്ക് അങ്ങനെയല്ല. ഉടമ്പടിയിൽ വത്തിക്കാൻ സുനോദോസിൻ്റെ എവരി ബാപ്റ്റൈസ്ഡ് ഈസ് ബേസിക്കലി എ മിഷണറി. അത് വത്തിക്കാൻ സുനോദോസ് പിതാക്കന്മാർ കൂടിയെടുത്തപ്പോൾ സഭയുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിലയിരുത്തലിൽ വത്തിക്കാൻ സുനോദോസ് ഡിഗ്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക. അതിൽ സഭയുടെ പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാൾ ജ്ഞാനസ്ഥാനപ്പെട്ടാൽ അയാൾ ആ ജ്ഞാനസ്ഥാനത്തെ തന്നെ അയാൾ മിഷണറി ആണെന്ന്. ഇതാണിപ്പോൾ ഉടമ്പടി വന്നിരിക്കുന്നത്. ഉടമ്പടിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ഉടമ്പടിയിലായിക്കഴിഞ്ഞാൽ അയാൾ അന്ന് മുതൽ അയാൾ മിഷണറിയാണ്. എന്താ കാര്യം? അയാൾക്കൊന്നെങ്കിൽ അയാൾ അനുഭവങ്ങൾ പറയാതെ നടക്കണം, അല്ലെങ്കിൽ അയാൾ അനുഭവങ്ങളില്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ അയാൾക്ക് പ്രിൻ്റ് ചെയ്ത് കൈ കൊടുത്തിട്ടുണ്ട്, കൃപാസനം പത്രം. അത് 100 സാക്ഷിയുണ്ട്. അത് ഇയാളത് കുത്തിയിരുന്ന് വായിക്കണം. വായിച്ചിട്ട് ഇത് പഠിച്ചിട്ട് മറ്റുള്ളവരോട് പോയി പറയണം. ഉടമ്പടി എടുക്കുന്ന ഓരോ മനുഷ്യനും അവരുടെ മിഷണറി, അന്ന് തന്നെ മിഷണറിയായി മാറുകയാണ്. അതിലൂടെ ഭയങ്കരമായ അവരുടെ പേടി മാറി, ആശങ്ക മാറി, തന്നെയല്ല ആത്മീയ ജീവിതത്തിലെ ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായിട്ട് അവർ മാറി. അതാണ് എൻ്റെ വിഷയം. മറ്റേന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു 100 കൊല്ലമൊക്കെ ജീവിച്ചാലും, ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞില്ലേ, ഞങ്ങളുടെ അമ്മാമ്മ 107 വയസ്സ് ജീവിച്ചെന്നൊക്കെ പറയത്തില്ലേ. ഈ 107 വയസ്സല്ല, ഇനി 1000 വർഷം അമ്മാമ്മ ജീവിച്ചാലും ഒരാളെപ്പോലും കർത്താവിലേക്ക് വിശ്വാസം കൈമാറി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലും അത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് തുല്യമാണ്. അവർക്കും വിശ്വാസം കൈമാറുന്നില്ല. ഇവർക്ക് എത്ര കൊല്ലം ജീവിച്ചെന്നല്ല പ്രശ്നം, എത്ര പേരിലേക്ക് വിശ്വാസം കൈമാറി എന്നുള്ളതാണ്. ഇങ്ങനെ ഇത്രയും, അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ നടന്ന് വന്നയാൾ പറന്ന് പോയെന്ന് പറഞ്ഞതിൻ്റെ കാര്യം പെട്ടെന്നാണ്. ഇനി ഇയാളിങ്ങനെ വിശ്വാസം കൈമാറിക്കഴിഞ്ഞാൽ ഇയാൾക്ക് ഉടനെ വരാൻ പോകുന്നത്, ദൈവം ആദ്യം ഒരു മനുഷ്യൻ ദൈവത്തിനെ അന്വേഷിച്ച് കഴിഞ്ഞാൽ
ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഉടനെ കിട്ടും. അതെന്താണ്? അനുഗ്രഹങ്ങളാണ്. അതാണ് ഈ ഉടമ്പടി ആൾക്കാർ എപ്പോഴും സാക്ഷ്യം പറയുന്നതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, സത്യസന്ധമായി ദൈവത്തെ അന്വേഷിച്ച് വിശ്വാസം കൈമാറുന്നവരാണെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ആദ്യമേ കിട്ടും. ഇന്നിപ്പോൾ ഒരാൾ സാക്ഷ്യം പറഞ്ഞേ, ഡേവിഡ് കൽപ്പറമ്പ്. അപ്പോഴേ അയാളെ എന്നെ കാണാൻ വന്നായിരുന്നു, ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ട് എന്നെ കാണാൻ വന്നു. അപ്പോൾ ഇയാളുടെ സാക്ഷ്യം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ എന്നെ കാണാൻ വന്നപ്പോൾ ഇയാളുടെ കൊച്ചിനെ കാണിച്ച്, അപ്പോൾ ഞാൻ അയാളുടെ ചീട്ടയെ നോക്കി, കുഞ്ഞിന് ഓട്ടിസമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ കൊച്ചിനെന്താ? കൊച്ചിന് ഓട്ടിസമാണ് വെച്ചാൽ. അപ്പോൾ ഓട്ടിസം മാറിയത് നിങ്ങൾ കുറച്ച് മുമ്പ് അവിടെ നിന്ന് പ്രസംഗിച്ചതാ, സാക്ഷ്യം പറഞ്ഞത്. പിന്നെ ഈ ഓട്ടിസം എനിക്ക് തന്നെ കൺഫ്യൂഷനായി. ഈ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ ഓട്ടിസം മാറി എന്ന് പറഞ്ഞ ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓട്ടിസമാണെന്നും പറഞ്ഞ് കൊച്ചിനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളല്ലേ കുറച്ച് മുമ്പ് പറയുന്നത് ഓട്ടിസം മാറിയ കൊച്ചിനെ എന്തിനാ പിന്നെ കൊണ്ടുവന്ന് ഓട്ടിസമാണെന്ന് കാണിക്കണേ? അപ്പം നിങ്ങൾക്ക് ആൾക്കാരെ പറ്റിച്ചാണോ? അപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങനെയല്ല അച്ഛാ, ഇവരിങ്ങനെ അല്ലായിരുന്നു. ഇവൻ ജനിച്ച കാലം മുതൽ ഇവൻ ആൾക്കാരെ തുപ്പും. ഒട്ടിസം കയറി പ്രാന്തി പിടിച്ചിട്ടേ കാണുന്നവരൊക്കെ തുപ്പും. ആൾക്കാർക്ക് വേണമെങ്കിൽ അപ്പനും അമ്മയും ഇല്ലെങ്കിൽ ആ കൊച്ചിൻ്റെ കർണം പോയിച്ചുകളെ ആൾക്കാരടിച്ച് അത്ര തുപ്പണത്. പിന്നെ വയലൻ്റാണ് ഇവൻ, വല്ലാത്ത വയലൻ്റാണ്. ആൾക്കാരെ കാണും പറിക്കും. സ്കൂളിലൊക്കെ പോയാൽ ബെഞ്ചൊക്കെ മറിച്ചിടും, പിള്ളേരെ ഉപദ്രവിക്കും. ഉച്ചവരെ പോലും ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം തന്നെ വീട്ടിലേക്ക് വിളി വരും, കൊണ്ടുപോകുമെന്ന് പറയും. അപ്പോൾ അത് ഭയങ്കര ഇവർക്ക്. അപ്പോൾ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞ്, ഇനി ഇത് കൂടുകയുള്ളൂ, കുറയത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതിന് ഈ ഓട്ടിസത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിൻ്റെ അടുത്ത് കാണിക്കുമ്പോൾ അസസ്മെൻ്റാണ്, ഈ ഒരു സ്വഭാവം കാണിക്കുന്നവർ ഇനി അത് കൂടുകയുള്ളൂ, കുറയത്തില്ലെന്ന് പറഞ്ഞ്. അപ്പം പിന്നെ തീർന്നില്ലേ? വൈദ്യശാസ്ത്രത്തിൽ നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലല്ലോ ഇനി. ഇത് കൂടിയുള്ള അവസ്ഥ എന്താ? ഇവൻ വളരുകയും ചെയ്യും, ഈ തുപ്പലും കൂടും, ആൾക്കാരെ എടുത്ത് നിലത്തിട്ട് അടിക്കണതും കൂടിക്കഴിഞ്ഞാൽ ഇവൻ ആൾക്കാർ പഞ്ഞിക്കിടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സ്വന്തം അപ്പം തന്നെ ഇവനെ വെടിച്ചു കൊല്ലും. അത്ര രീതിയിലാണ് മനുഷ്യന് സമാധാനം ഇല്ലാത്ത അവസ്ഥ വരണത്. അപ്പോൾ ഞാൻ പറഞ്ഞ, അപ്പോൾ ഇത് മാറിയെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് നിങ്ങളിവിടെ ഒട്ടിസോന്ന് പറഞ്ഞ് വരണത്? അച്ഛാ, ഇവനൊന്ന് സംസാരിക്കണം. ഇവൻ ഒറ്റ ഉടമ്പടിയോടുകൂടി തന്നെ ഞങ്ങൾ ഉടമ്പടി തൈലം ഇവൻ്റെ നാക്കിൽ തൊട്ട് അപ്പം തന്നെ തുപ്പൽ നിന്ന് എത്രയോ 5-6-7 വർഷമായിട്ട് നാട്ടുകാരെ തുപ്പിക്കൊണ്ട് നടന്ന പാർട്ടിയാണ്. അപ്പം തന്നെ തുപ്പൽ നിന്ന്. പിന്നെ ഇവൻ ഭയങ്കര വിഗ്രസൻ വയലൻ്റ് ആയിരുന്നു. ആൾക്കാരുമായിട്ട് എപ്പോഴും കുസ്തി പിടുത്തവും അടിയും അക്രമവുമാണ്. അതെല്ലാം പോയി. ഇപ്പം ഇവൻ പക്ക പഞ്ചപാവൻ സൈലൻ്റായിപ്പോയെന്ന് പറഞ്ഞു. അവൻ സൈലൻ്റായാൽ തന്നെ ഓട്ടിസം തീർന്ന്. ശരിക്കും പറഞ്ഞാൽ എല്ലാം അതൊക്കെ ഇവിടെയൊക്കെ പിള്ളേർ വരുമ്പോൾ അപ്പന്മാർ പ്രാർത്ഥിക്കുമ്പോൾ പിള്ളേർ കവച്ചകത്ത് വെച്ച് തലയും കാലും, ഒരു കാലം ഇപ്പുറത്ത് ഒരു കാലം അപ്പുറത്ത് തല ഒടിച്ച് മടക്കി അതിൻ്റെ ഇടയ്ക്ക് ഒരു പണിയായിരുന്നു ഇവിടെ. അത്രയും പിള്ളേരാണ് ഇവിടെ വരണത്. പക്ഷേ ഈ ഒരു ഒറ്റ ഉടമ്പടിയോടുകൂടി കുഞ്ഞ് 90% ഓക്കെ ആവും. 90%. കാരണം അപ്പന് അത്രയും ആശ്വാസമാണ്. ഇനിയിപ്പോഴുള്ള പറഞ്ഞാൽ ഇവനൊന്ന് സംസാരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഗ്രോത്ത് കർത്താവ് തൊട്ടില്ലേ? ഞാൻ പറഞ്ഞ കർത്താവ് തൊട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾ ദൈവത്തിനൊന്ന് തൊട്ടാൽ മതി. അതാണ് വിഷയം. ദൈവത്തിനെ തൊടത്തില്ല, അതാണ് പ്രശ്നം. അതായത് കർത്താവ് നമ്മളെ തൊട്ടാൽ പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ നമ്മൾ കർത്താവിനെ തൊടണം. അതിൻ്റെ തന്ത്രങ്ങളും അതിൻ്റെ വിജ്ഞാനവും പഠിക്കണം. കർത്താവിനെ തൊടണമെങ്കിൽ ബൈബിൾ ഒത്തിരിയേറെ, ഇപ്പം തന്നെ ഉദാഹരണത്തിന് നമ്മൾ ദൈവത്തോട് കാണിക്കണത് വിഷയാധിഷ്ഠിതമാണോ വ്യക്തിയാധിഷ്ഠിതമാണോ എന്ന് ദൈവത്തിന് ഒരു അസസ്മെൻ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് വിഷയാധിഷ്ഠിതമല്ല. വീട്, ജോലി, വിവാഹം, വിസ, ജപ്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും രക്ഷപ്പെടാൻ വേണ്ടി മാത്രമല്ല, ദൈവത്തിന് വേണ്ടി ജീവിക്കാനാണെന്നുള്ളത് ദൈവത്തിന് തോന്നിയ കർത്താവിനെ തൊട്ടതുപോലെയാവും. അതറിയണമെങ്കിലുണ്ടല്ലോ, ഈ ശ്രീഭണ്ഡാരത്തിൽ കുറേ ആൾക്കാർ വന്ന് ചാക്ക് കണക്കിന് പൈസ എടുത്തില്ലേ? അവരാരും കർത്താവിൻ്റെ ഹൃദയത്തെ അവർക്ക് സ്പർശിക്കാൻ ഒത്തില്ലല്ലോ. അപ്പോൾ ഒരു വലിയമ്മ വന്നിട്ട് ഒരു പൈസ ഇട്ടല്ലേ? അത് വായിച്ചൊന്ന്. ലൂക്ക 21:1-2 തിരുവചനങ്ങൾ. 21:1-2 തിരുവചനങ്ങൾ. അവൻ കണ്ണുകളുയർത്തി നോക്കിയപ്പോൾ ധനികർ
ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പുതുട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു. അവൻ പറഞ്ഞു, ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. കാരണം എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. അവൾക്ക് ദൈവമാണ് പ്രശ്നം, വിഷയമല്ല. താൻ ആർക്കാണ് കൊടുക്കണതെന്ന് പറയുമ്പോൾ തനിക്ക് അന്ന് പട്ടിണിയാണെങ്കിൽ പോലും അതിനേക്കാൾ വലുതാണ് ദൈവം എന്ന് കണ്ടുകൊണ്ട് ഒരു വ്യക്തിബന്ധം ദൈവമായിട്ടുണ്ട്. ഇത് കർത്താവിനെ തൊടുന്നൊരു പരിപാടിയാണ്. കർത്താവ് നമ്മളെ തൊടുന്നതിനേക്കാളും അതുപോലെ തന്നെ പ്രധാനമാണ് കർത്താവിനെ നമ്മൾ തൊടുന്നത്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ ഈ ആൾത്താരിൽ വന്ന് നിൽക്കാൻ അമ്മ മാതാവും തിരുക്കുമാരനും എന്നെ ഈ സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഉഷ, കോട്ടയത്ത് നിന്നും വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് ജൂലൈ 25 തീയതി 2022. ഞാൻ കൃപാസനത്തെപ്പറ്റി അറിയുന്നത് 2019 വർഷത്തിൽ അറിയുന്നതാണ്. പക്ഷേ അന്ന് എൻ്റെ കൂട്ടുകാരി ഹിന്ദുവാണ്. ആ കൂട്ടുകാരി പത്രവും പ്രാർത്ഥനയും ഉപ്പും നേർച്ച വസ്തുക്കളും എല്ലാം തന്ന് ഇന്ന് 90 ദിവസം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു എനിക്ക് തന്നു. ആ 6 നിയോഗം വെച്ചു. അതിൽ 6ാമത്തെ നിയോഗമായ ഭവനത്തിനാണ് ഞാൻ 6ാമത്തെ നിയോഗം വെച്ചത്. ബാക്കിയെല്ലാം വെച്ചിരുന്നു. എന്നാലും ഭവനമാണ് എനിക്ക് ആദ്യം 2019 തന്നെ പണിയാൻ തുടങ്ങി. ആ ഭവനം പണിയാതെ എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കില്ലായിരുന്നു. ഹിന്ദു ആയതുകൊണ്ട് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം വീട്ടിലില്ലായിരുന്നു. 2020 പകുതിയായപ്പോഴേക്കും കൊറോണ വന്നു. ആ സമയത്തെല്ലാം തടസ്സങ്ങൾ വന്നെങ്കിലും ഞാൻ മൊബൈലിലെ ജപമാല വരുമായിരുന്നു. ഇവിടുത്തെ ആ ജപമാലയിൽ എഴുതി വിട്ടും തടസ്സങ്ങളെല്ലാം നീക്കിയും ഞങ്ങൾ 2022 ഏപ്രിൽ 28 തീയതി പാലുകാച്ചൽ നടത്തി. അതിനുശേഷം ഞാൻ ജൂലൈ 25 തീയതി 2022 തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യത്തെ നിയോഗമായ എൻ്റെ കൊച്ചിന് കാവ്യമോളക്ക് ശ്വാസമുട്ടലും തുമ്മലും ഉണ്ടായിരുന്നു. ആ തുമ്മൽ 14 വയസ്സായതുകൊണ്ട് എല്ലാവരും പറഞ്ഞു കൊച്ചിലെ വരുന്നതേ മാറുള്ളൂ, പിന്നീട് വരുന്നത് മാറത്തില്ല എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നു. അതിൻ്റെ ഫലമായി ഞാൻ ഉപ്പും തൈലവും വിശ്വാസപ്രമാണം ചൊല്ലി വൈകിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടമ്പടി എടുത്ത് 1 മാസത്തിനുള്ളിൽ പൂർണ്ണമായും മാറിയെങ്കിലും ഇടയ്ക്ക് അവർ ഉടമ്പടി എടുത്തെങ്കിലും അച്ഛനും മോളും ഡോക്ടറെ കാണാൻ പോകുമായിരുന്നു. എന്നാലും അവിടെ ചെല്ലുമ്പോൾ ഡോക്ടറെ കാണത്തില്ല, ഭയങ്കര തിരക്കായതുകൊണ്ട് തിരിച്ചു വരും. ആ ഉടമ്പടി എടുത്തതിന് ശേഷം മരുന്നേ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ പൂർണ്ണമായും മാറിക്കിട്ടി. 2ാമതായി നിയോഗം വെച്ചത് എൻ്റെ 3ാമത്തെ മകളായ ഭവ്യയ്ക്ക് തലയിൽ താരൻ ഇങ്ങനെ പൊളിഞ്ഞ് നിറയെ വരുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ചെവിയിലും തൊലി മുഴുവൻ പോയി കമ്മലിടാൻ പാടില്ലായിരുന്നു. അതുപോലെ എല്ലാവരും കാണുന്നവരെല്ലാം ചോദിക്കുമായിരുന്നു ഇത് എന്ത് പറ്റിയതാ. അത് മൂലം ഞങ്ങൾ ഡോക്ടറെ കാണുമായിരുന്നു. അവിടെ നിന്നെല്ലാം ഷാമ്പു തരും, പിന്നെയും വേറെ ഡോക്ടറെ കാണും. അങ്ങനെ മാറിപ്പോയി ഒരു ഡോക്ടറെ കണ്ടു. അത് തൈലവും ഷാമ്പും തൈലം പുരട്ടുന്ന പ്രാർത്ഥിച്ച് പുരട്ടിയതിൻ്റെ ഫലമായി ഷാമ്പുവും വെട്ടേൻ്റെ ഫലമായി തന്നെ അത് പൂർണ്ണമായും മാറി. അതിനിടയ്ക്ക് ആ കുഞ്ഞിനെ ഞാൻ ഉടമ്പടി എടുത്തത് ജൂലൈ 25 അതിൻ്റെ ഇടയ്ക്ക് തന്നെ സെപ്റ്റംബർ 11 തീയതി ആ കുഞ്ഞിന് ഭവ്യയ്ക്ക് ഫിക്സ് പോലെ വന്നു. പഠിച്ചുകൊണ്ടിരുന്നായിരുന്നു, പരീക്ഷയ്ക്ക് ഫിക്സ് പോലെ വന്നിട്ട് കണ്ണ് തുറക്കാതെ വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ കഴുത്തിൽ കിടന്ന കാശുരൂപം ഊരി കൈ കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി കണ്ണ് തുറന്നു. അതിനു മുമ്പ് ഞാനൊരു സാക്ഷ്യം കണ്ടായിരുന്നു. ഇതുപോലൊരു കുഞ്ഞിന് വന്നപ്പോൾ അമ്മ ചെയ്ത് അത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന് ഞാനത് പെട്ടെന്ന് തന്നെ കയ്യിൽ കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ആശുപത്രി ചെല്ലുന്നതിന് മുമ്പ് തന്നെ അത് കണ്ണ് തുറന്നായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ചെന്നുള്ള പരിശോധനയിൽ CT സ്കാനും EEGയും എല്ലാ പരിശോധനകളും ചെയ്തു. അപ്പോഴെല്ലാം ഞാൻ വിശ്വാസ പ്രമാണവും നന്മ നിറഞ്ഞ മറിയമ്മയും എല്ലാം ചൊല്ലിയതിൻ്റെ ഫലമായി ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. പിന്നെ പരീക്ഷയോടുള്ള പേടി കൊണ്ടാണെന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ ഈ പ്രാവശ്യത്തെ ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് അവർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിനെ കഴിഞ്ഞ് നല്ലവണ്ണം മാർക്ക് കിട്ടുകയും എല്ലാം ചെയ്തു. അതെല്ലാം അമ്മയുടെയും തിരുക്കുമാരൻ്റെയും എന്നോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ അടുത്തത് എൻ്റെ അനിയത്തിക്ക് എപ്പോഴും അസുഖങ്ങളാണ്.
കല്യാണം കഴിഞ്ഞതായിരുന്നു. എപ്പോഴും അസുഖം, എന്തെങ്കിലും കാര്യം പറഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു വരവാണ്. പല്ല് വേദന, കാലുവേദന, ആശുപത്രി പോകണം, പിന്നെ മൗനമായി കിടപ്പായി എല്ലാമായി. കഴിഞ്ഞ ഏപ്രിലിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ടു, പക്ഷെ കിട്ടിയില്ല. അന്ന് മുതൽ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും ചെല്ലുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ഏപ്രിലിൽ അവൾ ഡിപ്രഷനും മരുന്ന് കഴിച്ചു. അതും എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവൾ മരുന്ന് പൂർണ്ണമായിട്ട് നിർത്തി. അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഫലമായി ഈ ഏപ്രിൽ മാസം ആകുമ്പോഴത്തേക്ക് 1 വർഷമാവും. അവൾക്ക് ആശുപത്രി പോകണം എന്നുള്ള ചിന്തയോ അതിൻ്റേതായ ഒരു അസുഖങ്ങളും വരുമോ ഒന്നും ചെയ്തിട്ടില്ല. അമ്മയോട് 1000 നന്ദി പറയുന്നു. പിന്നെ എനിക്ക് യൂട്രസിന് ഇറങ്ങി വരുന്ന ഇതുണ്ടായിരുന്നു. ഞാൻ ആശുപത്രിയിൽ പോയി കാണിച്ചിട്ടില്ലായിരുന്നു. അതുപോലെ കൈ മരവി തടി പോലെ ഇരിക്കുമായിരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ. പിന്നെ തലവേദന, എവിടെ പോയിട്ട് വന്നാലും ബാം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കിടക്കുമ്പോഴെല്ലാം ഈ ബാം വരട്ടണം. അതെല്ലാം ഞാൻ പ്രാർത്ഥിച്ച് ഈ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നതല്ലാതെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. ഇതെല്ലാം ദൈവമാതാവ് എൻ്റെ എടുത്തു കളഞ്ഞു. ദൈവത്തിന് നന്ദി, അമ്മ മാതാവിനും നന്ദി. പിന്നെ ഞാൻ അടുത്തുള്ളവർക്കെല്ലാം ഉപ്പും ഫോട്ടോയും എല്ലാം ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. ലോക്കറ്റ് അതെല്ലാം വിതരണം ചെയ്യും. പിന്നെ എനിക്ക് ജപമാല റാണിയിൽ പങ്കെടുക്കാൻ പറ്റി. അത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ അമ്മ മാതാവിനോട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ കൃപാസന പത്രം ഞാൻ കൊടുക്കാറുണ്ട്. ആദ്യമൊക്കെ എനിക്ക് വിഷമമായിരുന്നു. കൃപാസന പത്രം ഒരാൾ വാങ്ങിക്കുമ്പോൾ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അയാൾ പറയുമായിരുന്നു വാങ്ങിക്കണ്ട എന്ന് പറയുമായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ ഓരോ സാക്ഷ്യങ്ങൾ കേട്ട് കൂടുതൽ സാക്ഷ്യങ്ങൾ കേട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പോയി കൊടുക്കും. ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 2 കെട്ടും 1 കെട്ടും ഒക്കെ തീരുക തന്നെ ചെയ്യും. ഇത്രയും പിന്നെ എല്ലാവർക്കും ഞാൻ എന്നെ ലോക്കറ്റ് എപ്പോഴും കൈവശമുണ്ട്. ഈ ലോക്കറ്റ് ഞാൻ അവർക്ക് ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. തുവായിൽ നിന്ന് വരുന്നു. ഞാൻ 13 ഒക്ടോബർ 2021 ഉടമ്പടി എടുത്തത്. 6 നിയോഗങ്ങൾ വെച്ചു. പിന്നെ 3 നിയോഗങ്ങൾ നടന്നു. നിയോഗത്തിൽ വെക്കാത്തതും ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പരിശുദ്ധ അമ്മയും ഈശോയും സാധിച്ചു തന്നു. ആദ്യമായിട്ട് തന്നെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദികൾ അർപ്പിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിന് 10 വർഷമായിട്ട് ചെവിക്ക് പഴുപ്പും വെള്ളവും വരും, ഹോളും ഉണ്ട്. 2 ആഴ്ച കൂടിയിരിക്കുമ്പോൾ ഡോക്ടറെ കാണും. ഡോക്ടർ കുറേ മരുന്നൊക്കെ തരും, അതൊക്കെ ഒഴിക്കും. ആൻറ്റിബയോട്ടിക്സ് തരും, അത് കഴിക്കും. ആ മരുന്ന് നിർത്തിയാൽ ഉടനെ തന്നെ വീണ്ടും വരും, പിന്നെയും പോകും. അങ്ങനെ 10 വർഷത്തോളം കൊണ്ട് നടന്നു. ഡോക്ടർ പറഞ്ഞു ഈ ഹോള് പോകണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം. അപ്പം ആളിന് ഷുഗറുണ്ട്, പിന്നെ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്, കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കൊരു വലിയൊരു വിഷമം. ഞാൻ 13-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അപ്പം അച്ഛൻ പ്രാർത്ഥിച്ചു, ചെവിയെ പിടിച്ച്. ഇവിടുന്ന് ചെന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പം മുതൽ വെള്ളവും വരുന്നില്ല, പഴുപ്പും വരുന്നില്ല. ഞാൻ ചെവി നോക്കിയപ്പം ചെവിയൊക്കെ ഒരുമാതിരി ഉണങ്ങിയൊക്കെ ഇരിക്കുന്നു. പിന്നെ 15 ദിവസം കൂടെ കഴിഞ്ഞപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് അടഞ്ഞൊക്കെ ഇരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പരിശുദ്ധ അമ്മ ഈശോയും എൻ്റെ ജീവിത പങ്കാളിയുടെ ചെവിയുടെ ആ പ്രശ്നം മാറ്റിത്തന്നു. രണ്ടാമതായിട്ട് എനിക്ക് മൂത്രസഞ്ചി താഴേക്ക് വരുമായിരുന്നു. താഴേക്കും തന്നെ നിൽക്കുക, പക്ഷേ എനിക്കൊന്ന് തുമ്മാനോ ഒന്ന് ചുമയ്ക്കാനോ ബസ്സൊക്കെ എറിയാൽ എനിക്ക് നിൽക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ പരിശുദ്ധ അമ്മയുടെ തൈലവും പുരട്ടി ഉപ്പും സേവിച്ചു തേനും ഒക്കെ കഴിക്കുമായിരുന്നു. പിന്നെ എപ്പോഴും മാറിയെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ പിന്നെ ചുമയ്ക്കുമ്പോഴും തുമ്പുമ്പോഴും ഒന്നും ഇങ്ങനെ ഡ്രോപ്സ് വരത്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ എന്നിൽ പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ബസ്സേ ഞാൻ നിന്നാണ് വന്നത്, എനിക്കൊരു കുഴപ്പവുമില്ല. പിന്നെ മൂന്നാമത്തേത് എനിക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലമായിരുന്നു. പച്ചവെള്ളം കുടിച്ചാലും എനിക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലമാണ്. രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, എനിക്ക് നേരെ ഒന്ന് കിടക്കാൻ പറ്റത്തില്ല. അതെനിക്ക് 8 വർഷം കൊണ്ടുണ്ട് ഈ ഗ്യാസിൻ്റെ പ്രോബ്ലം. ഒത്തിരി ഡോക്ടർമാരെയൊക്കെ കാണിച്ചു, എല്ലാവരും പറയും എൻഡോസ്കോപ്പി ചെയ്യണം, മരുന്ന് പോലും തരത്തില്ല. അവർ പറയും ആദ്യമേ എൻഡോസ്കോപ്പി അങ്ങ് ചെയ്തു, അത് കഴിയുമ്പോൾ നമുക്ക് മെഡിസിൻ എടുക്കാം. എനിക്കാണെങ്കിൽ പേടിയുവാ എൻഡോസ്കോപ്പി ചെയ്യുന്ന കാര്യം. ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ അമ്മേ എൻ്റെ ഈ അസുഖം ഒന്ന് മാറ്റിത്തരണം. ഞാൻ അമ്മയുടെ ഉപ്പ് കഴിക്കും, തേനും കഴിക്കും, എണ്ണയും ഒക്കെ എൻ്റെ നെറ്റിക്കും ഉച്ചിയിലും ഒക്കെ പുരട്ടും, വയറയിലും ഒക്കെ പുരട്ടും. അങ്ങനെ അത് പിന്നെ എനിക്ക് എല്ലാ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇത് കഴിഞ്ഞ് പിന്നെ എനിക്ക് മാതാവിൻ്റെ എണ്ണയൊക്കെ പുരട്ടി ഞാൻ എല്ലാ ഭക്ഷണവും കഴിക്കാൻ തുടങ്ങി. എനിക്കിപ്പം നേരെ കിടക്കാം. രാത്രി 1:30 വരെ 2 വരെ ഞാൻ നെഞ്ചത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കിടക്കാൻ പറ്റത്തില്ല. ഞാൻ ഇറങ്ങി നടക്കും.
നടന്നു കുറേ സമയം കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ തന്നെ ടയേർഡാകുമ്പോൾ ഞാനങ്ങ് കിടക്കും, പിന്നെ ഞാനങ്ങ് മയങ്ങിപ്പോവും. അങ്ങനെ എനിക്ക് ശരിക്കും ഉറക്കാൻ പോലും പറ്റില്ലായിരുന്നു. അമ്മയുടെ തൈലവും പുരട്ടി ഉപ്പും കഴിച്ചതിൻ്റെ ശേഷമാണ് ഇന്ന് എനിക്ക് നേരെ കിടക്കാം, എല്ലാ ഭക്ഷണവും കഴിക്കാം. അല്ലെങ്കിൽ ഞാൻ ചില ഭക്ഷണങ്ങളൊന്നും കഴിക്കത്തില്ലായിരുന്നു. ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ എൻ്റെ മകന് അവൻ IELTS എക്സാം എഴുതി. പക്ഷെ അവന് ഇൻ്റർവ്യൂ ആവും പറഞ്ഞു, അമ്മേ അവരുടെ ഇംഗ്ലീഷൊന്നും എനിക്ക് മനസ്സിലാകുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു, മോൻ വിഷമിക്കുകയൊന്നും വേണ്ട, പരിശുദ്ധ അമ്മയില്ലേ നിൻ്റെ കൂടെ. ഞാൻ കാശുരൂപ അവൻ്റെ ഷർട്ടേ വെച്ചു. അവർ എക്സാമൊക്കെ നടത്തി, അവൻ പാസ്സായി, കുഴപ്പമൊന്നുമില്ല. അവനിപ്പോൾ UK പിന്നെ ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം 20 വർഷമായിട്ട് ഈ കിണറ്റിലെ വെള്ളം ഭയങ്കര സ്മെല്ലാണ്. ഞങ്ങൾ ഫിൽറ്ററൊക്കെ വെക്കും, എന്നാലും കിണറ്റിലെ വെള്ളം ഭയങ്കര കലക്കവെള്ളമാണ്, ഒരു ഭയങ്കര സ്മെല്ലും ഒക്കെയാണ്. അങ്ങനെ ഞാൻ അമ്മയുടെ തേനും ഉപ്പും കൂടി കിണറിൻ്റെ അകത്തിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി. ഇപ്പം ഞങ്ങളുടെ കിണറ്റിലെ വെള്ളം തെളിഞ്ഞു, മണമില്ല, ഇപ്പം കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പരിശുദ്ധ അമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്, പക്ഷെ പറന്നു. പിന്നെ എൻ്റെ പല്ല്, എല്ലാ മാസവും പല്ല് ഡോക്ടറെ കാണാൻ പോകണം. പല്ല് ഓരോ പല്ലും കാണിക്കുമ്പം റൂട്ട് കനാൽ ചെയ്യണമെന്ന് ഡോക്ടർ പറയും. അങ്ങനെ റൂട്ട് കനാൽ ചെയ്യും, വീണ്ടും പോവും, അടുത്ത പല്ലും റൂട്ട് കനാൽ. അങ്ങനെ ദിവസവും പറയുക പല്ല് അടയ്ക്കണം. അങ്ങനെ ഞാൻ സഹി കേട്ടു. ഞാൻ അമ്മയുടെ ഉപ്പും എണ്ണയും കൂടെ ഈ തൈലവും കൂടി ചാലിച്ച് എൻ്റെ പല്ലെ പുരട്ടി. ഇപ്പം എനിക്ക് പല്ലിൻ്റെ പ്രശ്നമില്ല. ഈ പല്ലിൻ്റെ പ്രശ്നം വരുമ്പം തലയ്ക്ക് മുഴുവൻ വേദന, പെടലിക്ക് വേദന, എനിക്ക് ഭയങ്കര അസ്വസ്ഥത. 2 ദിവസം കൂടി ഇരിക്കുമ്പോൾ ടാബ്ലറ്റ് ഡോളോ എടുക്കണം. ഇപ്പം എനിക്ക് കുറേ നാളുകളായിട്ട് ഡോളോ കഴിക്കുന്നില്ല, പല്ലുവേദനയില്ല, പെടലി വേദനയൊക്കെ മാറി. എനിക്ക് പില്ലോ വെക്കാൻ പറ്റത്തില്ലായിരുന്നു. തലവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തലയുടെ പുറകി വേദന, പെടലിക്ക് വേദന എല്ലാം എൻ്റെ പരിശുദ്ധ അമ്മ ഈശോയും എടുത്തു കളഞ്ഞു. എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദികൾ അർപ്പിക്കുന്നു.